ഇനി ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിച്ചു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാൻ വളരെ സംസാരിക്കുന്നൊരു ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിച്ചു. പെന്തിക്കോസുകാർക്കാ ഇത് കൂടുതൽ വിശ്വാസം. ഏതാ? ആഭിചാരം. ഒന്ന് തിരിഞ്ഞോണ്ട് പറയാം കൂടാത്ര. മുറ്റത്തോട്ടിറങ്ങിയപ്പോ തള്ള മുട്ടയെ കുത്തി വീണ്. അത് അവര് ചെയ്തതാ, അല്ല തള്ള ശ്രദ്ധിക്കാതെ ഇറങ്ങിയതല്ല. അപ്പച്ചനെ വണ്ടി മുട്ടി. എവിടെ വെച്ച്? കൊടുങ്ങൂര് വെച്ച്. പക്ഷെ ഇത് അവര് ചെയ്തതാ, അല്ല അപ്പൻ ശ്രദ്ധിക്കാതെ തെക്കും പൊക്കും നോക്കാതെ നേരെ അങ്ങ് നടന്ന്. കൊച്ചൻ പഠിക്കുന്നില്ല, അവനെതിരെ നല്ല ചെയ്ത്. പിന്നെ എന്ത് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ഉയർച്ച വരുന്നില്ല. ഇന്നാളും ഒരു പ്രവാചകി വന്ന് പറഞ്ഞായിരുന്നു, അവരെ സൂക്ഷിച്ചോണം, അവരാണ് നിങ്ങൾക്ക്. വട്ടുപിടിച്ച പെണ്ണുങ്ങൾ കുറേ എണ്ണമുണ്ട്. അവിടെ കെട്ടി, ഇവിടെ കെട്ടി, അപ്പുറം കെട്ടി, ഇപ്പുറം കെട്ടി. അത് കേട്ട് ഒര വിട്ട് വിറപ്പിക്കുന്ന പെണ്ണുങ്ങളും. പുസ്തകം പഠിപ്പിക്കുന്നത് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. സ്തോത്രം. ഇനി മറുവശം, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതങ്ങനെ തന്നെ. എങ്ങനത്തെ യാക്കോബായിരിക്കണം? ഇന്നത്തെ വിഷയം അതാ. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകങ്ങളിലെ 5 പുസ്തകങ്ങൾ നമുക്കറിയാം പഞ്ചഗ്രന്ഥങ്ങളാണ്. മോശയുടെ 5 പുസ്തകം: ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. വാ തുറന്ന് പറ. ഈ കുട്ടനാടായതുകൊണ്ട് ചില കാര്യം അറിയാം. പാടം പറ്റുന്ന സമയത്ത് വാച്ചാലിങ്ങനെ വരുമ്പം കൊക്കിരിക്കും. കൊക്കിനെ കണ്ടിട്ടുണ്ടോ? ചിലത് ഒറ്റക്കാലയിലായിരിക്കുന്നത്, നീണ്ട ചുണ്ട. ആ ഇരിപ്പ് കണ്ട അവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മീൻ ഇതിൻ്റെ ചാലിക്കൂടെ പോകുമ്പോൾ ഇത് നോക്കും. പുള്ളിയുടെ പരുവത്തിനുള്ളത് വരുമ്പോൾ നിങ്ങൾ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പാടത്ത് കൊക്കിരിക്കും പോലുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുകയോ ഒരു ഹല്ലേലൂയ പറയുന്നത് കൊണ്ട് നെഞ്ചിന് ബലക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബലക്കം മാറുകയുള്ളൂ. നിർബന്ധിച്ച് ഞാൻ പറയിപ്പിക്കത്തുമില്ല. അപ്പോൾ പ്രാരംഭത്തിൽ പഞ്ചഗ്രന്ഥം 5 എണ്ണം. അതിലെ ഒരു പുസ്തകമാണ് സംഖ്യാ പുസ്തകം. സംഖ്യ. ഈ പേര് കേൾക്കുമ്പോൾ അറിയാം പുസ്തകത്തിലെ വിഷയം എന്തുവാ. യോ, കണക്കെടുക്കുന്ന പുസ്തകം അല്ലെ, മൊത്തം കണക്കല്ലേ സംഖ്യാ പുസ്തകം. കണക്കെടുക്കുക. ചുമ്മാ ഇങ്ങനെ കൊട്ടിയും പാടി നടന്നിട്ട് കാര്യമൊന്നും. കണക്കെടുക്കുക. സഭയിലൊക്കെ കണക്കെടുക്കണം. കൈയടിക്കുന്നവൻ എത്രയുണ്ട്, മൂങ്ങാമൂളി എത്ര എണ്ണമുണ്ട്, വാറുതാൻ എത്ര എണ്ണമുണ്ട്, ടോർപ്പുടോ എത്ര എണ്ണം ഉണ്ട്, നുണച്ചി എത്ര എണ്ണം ഉണ്ട്, തള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്തത് എത്ര എണ്ണം ഉണ്ട്, കണ്ടമാനം മറുഭാഷ പറയുന്നത് എത്ര എണ്ണം ഉണ്ട്. കണക്കെടുക്കണ്ടേ? അത് ഓടെ ഒരു കണക്ക് പറഞ്ഞാൽ മതിയോ? എല്ലാവരും കൂടെ കൂടുകയാണെങ്കിൽ ഒരു 10, 60, 65, ചിലപ്പോൾ 70 ആകാനും. അത് പ്രത്യേക ഊണുണ്ടെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാന്നോ ഒത്തോണ്ട് തന്നെ ആക്കുകയാന്നോ?
കണക്കെടുക്കണം. പ്രാർത്ഥിക്കുന്ന എത്ര എണ്ണമുണ്ട്, ആരാധിക്കുന്ന എത്ര എണ്ണമുണ്ട്, സ്തോത്രം പറയുന്ന എത്ര എണ്ണമുണ്ട്, ആത്മാവിൽ നിറയുന്ന എത്ര എണ്ണമുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് പ്രയോജനമുള്ള എത്ര എണ്ണമുണ്ട്, സ്തോത്ര ആലയത്തിന് പ്രയോജനം വരുന്ന എത്ര എണ്ണമുണ്ട്, ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമുള്ള എത്രയുണ്ട്, ഉപവസിക്കുന്ന എത്ര എണ്ണമുണ്ട്, കൃപാവരമുള്ള എത്ര എണ്ണമുണ്ട്. കണക്കെടുക്കണം. അപ്പൊ സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാ, എണ്ണി തിട്ടപ്പെടുത്തുക. ദൈവം എണ്ണാൻ പറഞ്ഞാൽ എണ്ണണം. നമ്മൾ ചുമ്മാ കയറി പുള്ളിക്ക് അങ്ങനെ ഇരുന്നപ്പോ തോന്നി ഒന്ന് എണ്ണി നോക്കാന്ന് പുള്ളി കയറി എണ്ണ ആകെ വിനയായി. ആരാ? ദാവീദ്. പുള്ളിയായിട്ടാണ്ട് ഉടക്കാന്നാ തോന്നുന്നേ. ദാവീദ് എണ്ണി. എന്നാ ദാവീദിനോട് ദൈവം പറഞ്ഞ എണ്ണാൻ. ദൈവം പറയൂ എണ്ണാൻ. നമ്മൾ ചുമ്മാ കയറി എണ്ണരുത്, നമ്മുടെ ഇഷ്ടത്തിന് കയറി എണ്ണരുത്, അത് വിനയാകും. അത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ആരെ? ഇസ്രായേൽ മക്കളെ 2 ഇടങ്ങളിൽ വെച്ചാണ് എണ്ണിയത്. വായിച്ചേ, സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63, 64 വാക്യ. ഇടത്ത് വശത്ത് കണ്ണിക ഒരു ചെറിയ കണ്ണിക കിടപ്പുണ്ട്, അത് വായിരും. യെരിഹോവിന് സമീപത്ത് മോവാബ് സമഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കൾ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസർ എണ്ണിയവര് ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തന് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ വാക്യം വായിക്കുമ്പോ തന്നെ പേടിയാണ്. എനിക്ക് പേടിയാ. സഹോദരി ഉറക്കെ ഒന്ന് വായിച്ചേ വാക്യം. ഇനി വന്ന് അവിടെ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കും. ചടയെന്ന് വായിരും, ഉറക്കെ വായിച്ചു. യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക. വേണ്ട, ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊടുത്തോളാം. പിന്നെ അത് ഇടയ്ക്ക് പാട്ട് പാടാൻ കൊടുക്കണം. ജോർജ് ഇടയ്ക്ക് പാട്ട് പാടുമ്പം വേണം. പിന്നെ ഇപ്പൊ പാട്ട് വരാൻ പോവാ. ഒരു കാര്യം ചെയ്യും, സഹോദരി ആ കസാര എഴുന്നേറ്റ് കസാരയായിട്ട് തിണ്ടോട്ട് നടിക്കും. അന്നേരം എനിക്ക് എളുപ്പം കാണിക്കാൻ ചെയ്യാം. ഇനി കുഴപ്പമില്ലല്ലോ. ഇന്നത്തേക്ക് അല്ല, കാവാലം മാസം വന്ന് എന്നെ ഇവിടെ ഇരുത്തിയതായി. ഞാൻ ഈ സഭയിൽ നിന്ന് പോകുന്നത് വരെ അല്ല, ചിലയിടത്ത് പ്രശ്നം ഉണ്ടാകാൻ അത് മതി. കാരണം ആ സഹോദരിയോട് എതിരുള്ള തള്ളയുണ്ടേ ഉടനെ തള്ള കൊമ്പ് ഓർക്കും. അവളെ അവിടെ ഇരുത്തിയെങ്കിൽ എനിക്കും കയറി മര്യാദയ്ക്ക് ഇരുന്നോണം എല്ലാവരും. അല്ല, ചില വിഷയം ഉണ്ടാകാൻ അത് മതി. പിന്നെ എന്നെ ഏതിനെയാ കരത്തിലെടുക്കുന്ന ആരറിഞ്ഞു? കർത്താവ് പത്രോസ് പറഞ്ഞത് ഗോതമ്പ് പാറ്റും പോലെ നിന്നെ പാറ്റാൻ എന്നോട്. അപ്പൊ പിന്നെ നിന്നെ വെച്ചേക്കോ? അപ്പോൾ യെരിഹോവിന്റെ സമീപത്ത് മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസർ എണ്ണിയവർ ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തൻ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട്. വാക്യം ഭയാനകമാണ്. കാരണം 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. തപ്പിയെടുക്കുന്നതേ ഉള്ളു. സംഖ്യാപുസ്തകം 26-ന്റെ 63, 64 അല്ലേ? ആ ചെറിയ കണ്ണിക. പുസ്തകക്രമം അറിയാവോ എന്ന് ചോദിക്കാം ആദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, 2 സ്ഥലത്ത് വെച്ചവരെ എണ്ണി. അപ്പൊ ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്ക എണ്ണിയപ്പം കണ്ടില്ലെന്ന്.
ആദ്യ എണ്ണിയവരിൽ ഒറ്റ ഒരുത്തന് ഒടുക്ക എണ്ണിയപ്പം ഞാനത് എപ്പോഴും പറയാറുണ്ട്, ആദ്യ എണ്ണിയവരിൽ ഒറ്റ ഒരുത്തനും ഒടുക്ക എണ്ണിയപ്പ കണ്ടില്ല, എണ്ണിയ പുള്ളിയും കൂടി ഇല്ലായിരുന്നു. രണ്ട് സ്ഥലത്ത് വെച്ചാണ് ഇവരെ എണ്ണിയത്. ഒന്ന് സീനായി മരുഭൂമിയിൽ വെച്ച്, രണ്ട് മോവാബിൽ വെച്ച്. ഇവിടെ തിരിച്ചു മറിച്ചുമായി എഴുതിയേക്കുന്നത്. അപ്പൊ ചിലർ ഓർക്കും ആദ്യം എണ്ണിയത് എരികോവിന് സമീപത്ത് വെച്ചാന്നല്ല, അത് രണ്ടാമത് എണ്ണിയ കാര്യം ആദ്യം പറയുക. ആദ്യം എണ്ണിയ കാര്യം രണ്ടാമതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ചല്ല, സീനായി മരുഭൂമിയിൽ വെച്ച്. രണ്ടാമത് എണ്ണിയത് മോവാബിൽ വെച്ച്. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ആദ്യം എണ്ണിയത് ചെങ്കടൽ കടന്നുടനെ എണ്ണി. രണ്ടാമത് എണ്ണിയത് യോർദാൻ കടക്കുന്നതിന് മുമ്പ്. ഒന്നുകൂടെ പറഞ്ഞ്, കാരണം യോർദാൻ കടന്നാൽ പിന്നെ അടുത്തത് യോർദാൻ കടന്നാൽ കനാന്റെ അതിലോട്ട് കയറുകല്ലേ. യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും വസിക്കും യുഗായുഗ, മോദമോടെന്നും വസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ ആത്മനായകനേ, ഈ മരുവാസം തുടർന്നിടുവാൻ. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ ആത്മനായകനേ, ഈ മരുവാസം തുടർന്നിടുവാൻ. വൈദികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈദികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതം എൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതം എൻ ചുറ്റിലും കാണുന്ന നേരം. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ ആത്മനായകനേ, ഈ മരുവാസം തുടർന്നിടുവാൻ. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ നായകനേ, ഈ മരുവാസം തുടർന്നിടുവാൻ. യോർദാൻ കടന്നാൽ ഭാഗ്യകാൻ അനിൽ, യോർദാൻ കടന്ന ഭാഗ്യകനാനിൽ മോദമോടെന്നും വസിക്കും യുഗായുഗ, മോദമോടെന്നും വസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യും എന്നാത്മനായകനേ, ഈ മരുവാസം തുടർന്നിടുവാൻ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, യോർദാൻ കടന്നാൽ പിന്നെ കനാന. അപ്പോൾ ചെങ്കടല് കടന്നുടനെ ഒന്നെണ്ണി, യോർദാൻ കടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ എണ്ണി. ഇനി എന്റെ ശൈലി പറയാം, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ഒന്ന് അങ്ങനെ എണ്ണുവുള്ളൂ. അതിനായി സ്നാനപ്പെടണമെന്ന് പറയാൻ, അല്ലാതെ തന്നെ എണ്ണി അതിലെല്ലാം നടക്കാം. ഞാൻ കൊച്ചുഞ്ഞോദിച്ചിയുടെ കാലത്ത് രക്ഷിക്കപ്പെട്ടാണ് ഗ്ലോറി. തന്നെയാണ്. എൻ്റെ കൂടെ അന്ന് ചിന്നമ്മ ഉണ്ടായിരുന്നു, പേക്കുട്ടി ഉണ്ടായിരുന്നു. തന്നെ എണ്ണി വാഴുകൂടല്ല ഇതിലെ ഏതാ സ്നാനപ്പെട്ടില്ലെങ്കിൽ തന്നെ എണ്ണി കാനത്തിൽ നിന്ന് നേരെ ചാവുമ്പോതലോട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കാനം കഴിഞ്ഞ് അങ്ങോട്ട് തവളപ്പാറ വഴി താഴോട്ട് ടേണിങ് കഴിഞ്ഞ് അറിയില്ല, അങ്ങനല്ലേ? തന്നെ എണ്ണി നടക്കാം. ദൈവം എണ്ണണമെങ്കിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് അങ്ങോട്ട് കയറിയപ്പം ദൈവം എണ്ണി. യോർദാൻ കടക്കുന്നതിന് മുമ്പ് വീണ്ടും എണ്ണി. സ്തോത്രം. ഇനി ഒന്നുകൂടെ
നമ്മോട് ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ ചുവട് വെച്ച പ്രാരംഭ സമയം ഒന്ന് എണ്ണി, അങ്ങ് പ്രവേശിക്കാറാകുന്നതിന് മുമ്പ് ഒന്നുകൂടെ എണ്ണി. അല്ല, ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒന്ന് എണ്ണി, ശുശ്രൂഷ തികയ്ക്കാറായപ്പോൾ ഒന്നുകൂടെ എണ്ണി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞ ഭയാനകമാ. അപ്പൊ ആദ്യം എണ്ണിയവരിൽ ഒറ്റ ഒരുത്തിന് ഒടുക്കം എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. രണ്ടാമത് എണ്ണാൻ നേരത്ത് അഹരോനില്ല. അഹരോൻ ഇതിനിടയ്ക്ക് ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. രണ്ടാമത് എണ്ണാൻ നേരത്ത് അഹരോന്റെ മകൻ എലയാസറ. അച്ഛൻ പറഞ്ഞ കാര്യം കടമെടുത്ത് പറയാ, എല്ലാവരെയും ഒന്നും നേടിയില്ലെങ്കിലും നമ്മളെ നേടിക്കണം. സ്തോത്രം. അവിടെ വർക്ക്, ഇവിടെ വർക്ക്, അവിടെ പുതിയ വേല, ഇവിടെ പൈനിയർ വർക്ക്, മിഷൻ സ്റ്റേഷൻ, മിറ്റത്ത് കൺവെൻഷൻ, നല്ലതാ. മെഗാ കൺവെൻഷൻ, ക്രൂസേഡ്, പവർ മീറ്റിംഗ്, ഫയർ മീറ്റിംഗ്, ഡുനാമീസ്, തീമഴ, ഉണർവ് 2023, തീനാളം, മുഴുവൻ കരുത്തിരി കത്തിയിരിക്കുക. പിന്നെ ആ തീനാളം ചുമ്മാ ഒരേ അങ്ങ് ഇറക്കുക. സ്തോത്രം. ഇതെല്ലാം ചെയ്തിട്ട് അങ്ങ് ചെല്ലാനൊത്തില്ലെങ്കിലോ? അതുകൊണ്ട് ഒത്തിരി വർക്കൊന്നും എടുത്തില്ലെങ്കിലും ഉള്ള വർക്ക് നന്നാക്കി പോകുന്നതാണ്. എല്ലായിടത്തും പറയുന്ന ഒരു സംഭവം ഒന്നുകൂടെ പറയാം. എല്ലായിടത്തും പറയുന്നതാണ്. എല്ലാവരെയും ഒന്നും നേടിയില്ലെങ്കിലും നീ നിന്നെ. കുമ്പനാട് നോയൽ മെമ്മോറിയൽ സ്കൂൾ ഇരിക്കുന്നിടത്ത് പണ്ട് കപ്പക്കാലായിരുന്നെന്നാ പഴമക്കാര് പറഞ്ഞു കേട്ടേക്കുന്നത്. അന്ന് ഉണർവ് യോഗം നടക്കുക. ആ ഉണർവ് യോഗം നടക്കുമ്പം ആ കപ്പക്കായലോട്ട് കയറുന്നതിൻ്റെ അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. ആൾക്കാർ സന്ധ്യയ്ക്ക് വന്ന് കിണറ്റിൽ ഉരുണ്ട് വീഴാതിരിക്കാൻ അവിടെ ഒരാളെ റാന്തൽ വിളക്കും കൊടുത്ത് നിർത്തി. പുള്ളിയുടെ പേര് കോശിക്കുഞ്ഞെന്ന. കർഷകരല്ലേ അന്നൊക്കെ. സന്ധ്യ കഴിഞ്ഞ് ആ യോഗത്തിന് വരുന്നത്. വീട്ടുജോലിയും കാർഷിക വൃത്തിയും എല്ലാം കഴിഞ്ഞ് കോശിക്കുഞ്ഞിൻ്റെ ഈ റാന്തൽ വിളക്കം കൊടുത്ത് നിർത്തിയച്ചും കോശിക്കുഞ്ഞ് ആൾക്കാർ വൈകുന്നേരം വന്ന് ഉരുണ്ട് വീഴാതിരിക്കാൻ വെട്ടം കാണിച്ച് പന്തൽ ഇരുത്തണം. ഓലക്കീറിട്ടാ പന്തൽ, റാന്തൽ വിളക്ക് തൂക്കി. അങ്ങനെ യോഗത്തിന് വന്നവരെ എല്ലാം കോശിക്കുഞ്ഞ് വെട്ടം കാണിച്ചു കൊണ്ടിരുത്തി. യോഗം നന്നായിട്ട് നടന്നു. പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. പാസ്റ്റർ പി എം ഫിലിപ്പിൻ്റെ പിതാവ് പൊടിമലത്താഴ്ചൻ്റെ ഒക്കെ കാലത്ത് നടന്ന ഉണർവ് യോഗങ്ങൾ. സി മനശ്ശെ എന്ന് പറയുന്ന പ്രസംഗിയാരൊക്കെ വന്നു. തങ്കയ്യാച്ചൻ, പി എ വി സാമിൻ്റെ പിതാവ്. അപ്പോൾ യോഗം ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് കിണറ്റിൻകരയിൽ ആൾ ഓടിക്കൂടി. അതിൽ നടത്തിപ്പുകാർ 2 പേര് വന്ന് എന്നാന്ന് ചോദിച്ചു. യോഗത്തിന് വന്ന് ആരാണ്ട് കിണറ്റിൽ പോയെന്ന് പറഞ്ഞു. അയ്യോ ദൈവമേ, കോശിക്കുഞ്ഞിനെ ഇവിടെ വിളക്കം കൊടുത്ത് നിർത്തിയ കോശിക്കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുത്ത പറഞ്ഞു, കോശിക്കുഞ്ഞ് അതിനകത്ത് കിടക്കുന്ന വീണ. പുള്ളി അതിനകത്ത് വിളക്കുമായിട്ട്. അപ്പൊ യോഗത്തിന് വന്ന മുഴുവൻ ആൾക്കാരെയും വെട്ടം കാണിച്ച് പന്തലിരുത്തിയ കോശിക്കുഞ്ഞ് വിളക്കുമായിട്ട്. അപ്പം പിന്നെ കോശിക്കുഞ്ഞിനെ വലിച്ചു കയറ്റി. അന്ന് യോഗം അത്ര വിജയിച്ചില്ലെന്നാ പറയാൻ. ഇത് നമുക്ക് രസകരമായി തോന്നിയാലും നമുക്കൊരു പാഠമാണ്. നീ എല്ലാവരെയും ഒന്നും നേടിയില്ലെങ്കിലും നിന്നെ നേടിക്കോണം. ഇതിനോട് ബന്ധപ്പെട്ട CS പാടിയ ഒരു വരിയുണ്ട്. CS പാടാൻ കാര്യം അനുഭവത്തിൽ നിന്ന് പാടിയതാ. ഇപ്പൊ ചുമ്മാ ചിക്കൻ കാലെ കടിച്ചാ പാട്ടെടുക്കുന്നത്. പകുതി കടിച്ചു വെച്ചാ യേശു, പിന്നെ ഒരു കടി, ഇതിന്റെ ഏമ്പൊക്കം കൂടെ വരുന്നുണ്ട്. അതാ പഴയ ഭക്തന്മാര് തീച്ചൂളക്കകത്തൂടെ പോയാ എഴുതിയത്. പാസ്റ്റർ CS മാത്യുവിന് വിരോധമായിട്ട് കൂടെ നിന്നവർ തന്നെ പാര വെച്ചു. അത് അന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്ന അടുത്ത കാലത്താണ്. അന്ന് മുതലേ
താൻ വളർത്തിക്കൊണ്ടുവന്ന് തൻ്റെ കൂടെ കൊണ്ടു നടക്കുകയും ശുശ്രൂഷിപ്പിക്കുകയും പ്രസംഗം പഠിപ്പിക്കുകയും പോയിന്റ് പറഞ്ഞു കൊടുക്കുകയും അവസരം കൊടുക്കുകയും ചെയ്തവർ തന്നെ CS-നെതിരെ. അപ്പം പിന്നെ നമ്മൾ ചഞ്ചലിച്ചിട്ട് യാതൊരു കാര്യവും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, എടാ അങ്ങനെ തന്നെ അത്ര ഒന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ. അപ്പം തനിക്കെതിരെ ഇവര് കേസ് കൊടുത്തന്ന. അപ്പം ഇത് CS-ന് വലിയ മനോദുഃഖം ഉണ്ടാക്കി. എല്ലാവരും ഒരു കോടതിയിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെ പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നെന്നും വരാം. പറഞ്ഞുള്ള അറിവാ. ഞാൻ CS മാത്യുവിനെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഈ പ്രശ്നങ്ങളങ്ങ് പുള്ളിയുടെ ഹൃദയത്തിൽ അങ്ങ് വലിയ ഈ കൂടെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നവർ തന്നെ ആണല്ലോ എനിക്ക് ഇത്രയും ദോഷം ഒപ്പിച്ച് ഈ പാര വെച്ചത്. പക്ഷെ പുള്ളി പള്ളൊന്നും പറഞ്ഞില്ല, തെറിയും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പുള്ളി അന്നേരം പാട്ടെഴുതി. വരിയൊക്കെ നിങ്ങൾക്കറിയാം. സ്നേഹിതന്മാരെല്ലാം ശത്രുനിരകളിലായി അണ്ണിന്തിരന്നൂദിനം പകപൊരുതു. സ്നേഹിതന്മാരെല്ലാം ശത്രുനിരകളിലായി അണ്ണിന്തിരന്നൂദിനം പകപൊരുതു. സമീപയുണ്ടല്ലാ നാളും പടനായകനായ സമീപയുണ്ടല്ലാ നാളും വിജയം നിശ്ചയമാണെന്നറിഞ്ഞുകൊള്ളുക. ഓ വിജയം നിശ്ചയമാണെന്നറിഞ്ഞുകൊള്ളുക. അപ്പൊ ശ്രദ്ധിക്കുക. അന്നേരം എഴുതി വഴി. അപ്പൊ പുള്ളി നോക്കിയപ്പം ഒരു ബോട്ടയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. എതിരുകാരും ആ ബോട്ടയിലാണ് കയറിയേക്കുന്നത്. നോക്കിയപ്പം എല്ലാം വേണ്ടപ്പെട്ടവരാ. അതാ പുള്ളി സ്നേഹിതന്മാരെല്ലാം ശത്രു. നമ്മൾ എഴുതും, ഇങ്ങനെ എഴുതുകയല്ല, വേറെ എഴുത്തായിരിക്കും എഴുതുന്നത്. ആർക്കും വായിക്കാനും ഒക്കെ അതില്ല. അടുത്ത കാലത്തിൽ കൊച്ചൻ പറഞ്ഞ പോലെ ഞാൻ വായിക്കുകയല്ല, നിങ്ങൾ വേണേ. അതിനൊരു എഴുതി വെച്ച് പറഞ്ഞ് ഞാൻ വായിക്കത്തില്ല, നിങ്ങൾ വേണേ. അങ്ങനത്തെ എഴുതിയേക്കുന്നത്. എന്നിട്ട് അടുത്ത ലൈനില് ഇവര് പുള്ളിക്കെതിരെ ആരോപണങ്ങൾ നിരത്തി. CS മാത്യുവിനെതിരെ. പുള്ളി ഉടക്കാനൊന്നും പോയില്ല. പുള്ളിയാണെങ്കിൽ അടുത്ത വരി എഴുതി. ഞാൻ പാടുന്ന ട്യൂണ് ചിലപ്പോൾ അല്പം തെറ്റായിരിക്കും കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണേ. ഞാൻ വേറൊരു രീതിയിലാണ് പാടുന്നത്. ഇപ്പം കരിയമ്പിളാവുകാർ കേട്ടാൽ പറയാം അതങ്ങനൊന്നുമല്ല, അല്ലേ അയാളെ പാട്ടെല്ലാം തെറ്റിച്ചാൽ പാടുകയുള്ളൂ എന്നവർ പറയും. എന്നാലും സന്തോഷം കൊണ്ട് രണ്ട് വരി അങ്ങ് അപ്പം അദ്ദേഹം എഴുതിയത് മനസാ വാച കർമ്മണ അറിയാതുള്ള ദൂഷണങ്ങൾ അനവധി പരത്തുകിലും. മനസാ വാച കർമ്മണ അറിയാതുള്ള ദൂഷണങ്ങൾ അനവധി പരത്തുകിലും. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വരികളെ നമുക്ക് ഇന്ന് പാട്ട് മാത്രം അല്ലല്ലോ. അപ്പം നിങ്ങൾ എന്നെ കണ്ണടച്ച് പിടിച്ച് അടിക്കരുത്, എന്നെ ഒന്ന് നോക്കിയേക്കണം. എന്ന് ഞാനിത് പൊട്ടിച്ച് വെച്ചേ പോകുള്ളൂ എന്നുള്ള ഇത് എന്നെയും കൂടെ ഒന്ന് നമുക്ക് പരുവത്തിന്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ആ കേസ് CS-ന് അനുകൂലമായിട്ട് അമ്പലപ്പുഴ കോടതിയാണെന്നാണ് പറയുന്നത്. അനുകൂലമായിട്ട് ഒടുവിൽ ഇവരെല്ലാം കൂടെ ഒരു ബോട്ടേ കയറി ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് അവർക്കെല്ലാം കൈ കൊടുത്തു. സഹോദരന്മാരെ, ഇതൊക്കെ അങ്ങനെ കിടക്കും, വിട്ടുകളാ, നമുക്ക് വീണ്ടും ഒന്നിച്ച് നിൽക്കാം. നമ്മളന്ന് ആലപ്പുഴയിൽ നിന്ന് ഗുണ്ടയോട് പറയാം, അവനെ ബോട്ടിൽ നിന്ന് തള്ളി താഴെ ഇട്ടേക്കണം കായലിലോട്ട് ഇറങ്ങുമ്പം. വള്ളംകളിയില്ലേ നടക്കുന്ന കായലില്ലേ, പുന്നമട കായലിൻ്റെ കൊത വരുമ്പം തള്ളി താഴോട്ടിട്ടേക്കണം. പക്ഷെ അങ്ങേര് ഭക്തനായതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞ് അത് വിട്ടുകള, കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് വിശുദ്ധയുമ്പനം കൊടുത്തു. അത് പുള്ളി അവരോടായിട്ട് എഴുതിയൊരു വരിയാണ്. നാളിതുവരെ നീയോടി അധ്വാനിച്ചതും നഷ്ടമായി
നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുൾ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുൾ. അതമയം പാഴാക്കാതെ യാത്ര തുടരാം. അതമയം പാഴാക്കാതെ യാത്ര തുടരാം. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി ഇടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി ഇടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ഓടിയതും അധ്വാനിച്ചതൊന്നും വൃഥാവാകരുത്. പൗലോസ് പറഞ്ഞ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ കൊണ്ട് തകർക്കരുത്. ആരംഭത്തെക്കാൾ അവസാനമേറെ നല്ലതായിരിക്കണം. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തിന് ഒടുക്ക എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. പണ്ട് മുണ്ടക്കയത്തിൽ നിന്ന് 10 പേര് കപ്പൽ കാണാൻ പോയി കൊച്ചിക്ക്. രാവിലെ കാപ്പുകൂടി കഴിഞ്ഞ് വെച്ച് വണ്ടിയെ കയറി കൊച്ചിയിൽ ചെന്ന് കപ്പൽ തിരിച്ച് ഭക്ഷണം കഴിച്ച് വണ്ടിയിലോട്ട് കയറാൻ എണ്ണിയിട്ട് ഒരുത്തനില്ല. 9 പേരേ ഉള്ളൂ. ബഹളമായി. 9 പേരേ ഉള്ളൂ. ഒരുത്തൻ എന്തിയേ? എല്ലാരും ചോദിക്കേണ്ട ഒരുത്തൻ എന്തിയേ? അപ്പൊ എന്താ സംഭവിച്ചത്? എണ്ണുന്നവൻ അവനെ എണ്ണുന്നില്ല. അവൻ 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരുത്തൻ. നമ്മൾ 10 പേരല്ലേ പോന്നേ. 10 പേർക്കാണല്ലോ ഹോട്ടലിൽ ഭക്ഷണം. കാശ് ഞാൻ കൊടുത്തതാ. ഒരുത്തൻ എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞു നിനക്ക് എണ്ണാൻ അറിയാമല്ലേ, മാറി നിൽക്കടാ ബേബി. ഇവനും വന്നല്ലേ. എണ്ണുന്നവനൊന്ന് 1 ആദ്യം അവനെ എണ്ണണ്ടേ. അങ്ങനല്ലേ എണ്ണുന്നേ? 1, 2 അങ്ങനെ. ഇവൻ അതെണ്ണുന്നില്ല. 1, 2, 3, 4. ആദ്യം നീ നിന്നെ എണ്ണണം. നമ്മളെല്ലാം മറ്റുള്ളവരെ എണ്ണാനിരിക്കുക. 200 പേജിന്റെ ബുക്കുമായിട്ട് വന്നിരിക്കുക. എണ്ണി തിട്ടപ്പെടുത്തുക. ഇനി ആരിലും ഉണ്ടോന്ന് ആദ്യം നിന്റെ പേരെണ്ണണ്ടേ. പണ്ട് ഞങ്ങളുടെ തുരുത്തുമാലി ഉമ്മൻ സാറ് പറയുമായിരുന്നു, കുഞ്ഞുമാൻ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശത്രുക്കളെന്ന് എഴുതിയേച്ച് ആദ്യം അവൻ്റെ പേരെഴുതണം. ശത്രു അടി വരെ ഇട്ടേച്ച് 1 ലൂയിസ് കുട്ടി വാക്കയില്. ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനായിരിക്കും ഏറ്റവും വലിയ. ഞാൻ ശത്രുക്കളുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റിൽ എഴുതിയിട്ടേക്കണം. കാശ് കൊടുത്തു തരാം ഞാൻ ലൂയിസ് കുട്ടി. നമ്പർ 1 ലൂയിസ് കുട്ടി വാക്കയിൽ. കാരണം അവൻ 500 രൂപ ഇന്നാൾ. അവനായിരിക്കും ഏറ്റവും വലിയ ശത്രു. മനസ്സിലാകാഴിയാണോ അതോ നിങ്ങളിപ്പോൾ പാസ്റ്റർ വന്നപ്പോഴേ ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായതാ. പിന്നെ ആദ്യം നമ്മളെ എണ്ണണ്ടേ. ആദ്യം എണ്ണിയവരിൽ ഒറ്റ ഒരുത്തിന് ഒടുക്ക എണ്ണിയപ്പം അതാ സംഖ്യാപുസ്തകം. പക്ഷേ ഞാനും നിങ്ങളും കൈവിടപ്പെട്ടു പോകരുത്. ഇവിടെ ഒന്നും നേടാൻ ഒത്തില്ലെങ്കിലും നമ്മൾ അങ്ങ് ചെല്ലണം. ഇങ്ങനെയുള്ള ഈ സംഖ്യാപുസ്തകത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ 22, 23, 24 അധ്യായങ്ങളിൽ ഇസ്രായേല് യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്ത് വന്ന് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ച് കിടക്കുക. മോവാബ് സമഭൂമി. മറ്റ് ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. എനിക്ക് ഈ വിഷയങ്ങളൊക്കെ നന്നായിട്ട് സമയമെടുത്ത്
വിസ്തരിച്ച് പ്രസംഗിക്കുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലുമാണ്. പിന്നെ കേൾക്കാൻ ചിലര് താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമാണ്. നിങ്ങളിൽ ചിലർക്ക് താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മുഖഭാവം കാണുമ്പോൾ മനസ്സിലാകുന്നുമുണ്ട്. എന്നാൽ ഇന്ന് എല്ലാം കൂടെ ഒന്ന് കണക്കിലെടുക്കണമല്ലോ. ചൂട്, എനിക്ക് തിരുവനന്തപുരത്തിനപ്പുറം കൺവെൻഷന് പോകണം, നിങ്ങളും നേരത്തെ ഇവിടെ വന്നു. അപ്പം ഇതെല്ലാം കൂടെ കണക്കിലെടുത്താൽ ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ പാളയം പഠിച്ചു. ഇസ്രായേലിന്റെ പാളയം പഠിക്കുമ്പോൾ 4 പാളയമാണ്. യഹൂദ പാളയം, രൂബേന്യ പാളയം, എബ്രഹീമ്യ പാളയം, ദാൻ പാളയം. 4 പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് 3 12. ഓരോ പാളയത്തിനും ഓരോ കൊടി, ഓരോ കൊടിക്ക് ഓരോ എമ്പളം. അപ്പൊ എവിടെ മേഘം പൊങ്ങുമ്പോൾ കൂടാരത്തിന്റെ കുറ്റി കുരിക്കണം എന്ന് പറഞ്ഞാൽ നോട്ടമെല്ലാം മേഘത്തേലായിരിക്കണം. കീപ്പോട്ട് നോക്കരുത്, മേപ്പോട്ട് നോക്കണം. അതാ ആത്മീക പാഠം. കീപ്പോട്ട് നോക്കരുത്. അയ്യോ, ഞാൻ നട്ട വരിക്കപ്പിളാവാ, ഇതായിരുന്നല്ലോ അതിരുകല്ല്, ആരടി ഇത് മാറ്റി ഇങ്ങോട്ട് തള്ളേ ചാകാറായി, നീ അതിരെ നോക്കാതെ മേപ്പോട്ട് നോക്ക. മനസ്സിലാകുന്നുണ്ടോ? എന്നും രാവിലെ പോയി ചില അപ്പന്മാരെ അമ്മമാര് എപ്പോൾ നോക്കിയാൽ അമ്മച്ചി എന്ത് ചെയ്യേ, അമ്മച്ചി ആ ഇട്ടി കാണും. അതിന് എപ്പോഴും അതിരല്ല. അതിരെ ചെന്നിച്ച് അവരുടെ റബ്ബറിനകത്ത് പാലുണ്ടോ, ഈ എമ്മാട്ടിനെയൊക്കെ എന്നാ ചെയ്യാൻ? നീ മേപ്പോട്ട് നോക്ക്. സ്തോത്രം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഓ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. കൺകൾ ഉയരത്തിലേക്ക്, നോട്ടമെല്ലാം മേപ്പോട്ടായിരിക്കും. അപ്പോൾ ഇസ്രായേൽ മക്കൾ നടത്തിപ്പുകാർ എപ്പോഴും മേപ്പോട്ട് മേഘത്തെ നോക്കിക്കോണം. മേഘം പൊങ്ങുമ്പം ഇത് നോക്കുന്ന മുഴുവൻ പ്രസിഡന്റിനെ നോക്കുക. പ്രസിഡന്റ്, കൗൺസിൽ, സെക്രട്ടറി, കൂടുതലും ആൾക്കാർ ട്രഷറയാ നോക്കുന്നത്. നീ ദൈവത്തെ നോക്ക്, ദൈവത്തെ നോക്ക്. ഒരു കുഴപ്പവും നിനക്ക് വരികയില്ല. ട്രഷാർ വന്ന് നോക്കുന്നത് സ്വോത്ര കാഴ്ച പാത്രത്തില്ല. അവൻ കൈയടിക്കത്തില്ല, പാടുകയില്ല. യോഗം തിരുമ്പം പരുന്ത് റാഞ്ചും പോലെ പെട്ടെന്നെടുത്ത് ഇവനും എൻ്റെ കൂട്ടുകക്ഷിയും കൊണ്ടുണ്ട് നേരെ. കൺകൾ ദൈവത്തേലേക്ക്. അപ്പൊ നടത്തിപ്പുകാരൻ എപ്പോഴും മേഘത്തെ നോക്കിക്കോണം. മേഘം പൊങ്ങുമ്പോ കൂടാരത്തിന്റെ കുറ്റി ഊരിക്കോണം. യാത്ര ചെയ്യുമ്പോൾ മേഘത്തെ നോക്കണം. മേഘം എവിടെ താഴുന്നെന്ന് കണ്ട അന്നേരം കുറ്റി താത്തോണം. ഇതാ ഇതിന്റെ ഓർഡർ. അങ്ങനെ പോയാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. എങ്ങനെ? അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലും കീഴിൽ
ആ മേഘത്തിന്റെ കീഴിൽ നീ പാർത്താൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. യഹോവ തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. പോരാ, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. തീർന്നില്ല, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്ക് പരിപാലിക്കും. Praise the Lord. അപ്പൊ നോട്ടമെല്ലാം മേപ്പോട്ടായിരിക്കണം. മേഘം, ദൈവസാന്നിധ്യം, സ്തോത്രം, ദൈവസാന്നിധ്യം. അപ്പൊ 4 പാളയം, ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് 3 12. ഓരോ പാളയത്തിന് ഓരോ കൊടിക്ക് ഓരോ എമ്പളം. അതൊക്കെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നിന്നോണം. അല്ല പെന്തിക്കോസാന്നും പറഞ്ഞു ഉമ്മ പോതക്കേടൊന്നും കാണിക്കരുത്. എപ്പോഴും എൻ്റെ പാളയം ഏതാണ്, ഞങ്ങളുടെ കൊടി ഏതാണ് ഒക്കെ ശ്രദ്ധിച്ചോണം. പോതക്കേടൊന്നും കാണിക്കരുത്. നിങ്ങളൊരു വാക്യം വായിച്ചേ, സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 52 വായിച്ചേ സഹോദരി. പാളയത്തിൻ്റെ ഓർഡർ. ഇസ്രായേൽ മക്കൾ ഗണഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികയും ഇങ്ങനെ കൂടാരം അടിക്കണം. അതാ ഓർഡർ. ഇസ്രായേൽ മക്കൾ ഗണമായി ഓരോരുത്തൻ, ശ്രദ്ധിച്ചോണം, ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികിലും പാളയം കൂടാരം അടിച്ചോണം. ചുമ്മാ ഉണർവ് കയറി വേറെ പാളയത്തിൽ ചെന്ന് കയറരുത്. വിക്ടറി എന്നും പറഞ്ഞ് നീ ഇതുള്ളി ബോധക്കേടൊന്നും കാണിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവ് അങ്ങോട്ട് വരുമ്പം പാടില്ല. ഈ ആത്മസ്നാനം പ്രാപിക്കുന്ന ദിവസം ചിലപ്പം നമുക്ക് ആ ദൈവശക്തി നിറഞ്ഞ് ചിലപ്പം ഒരു നിയന്ത്രണാതീതമായി ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. എന്ന് നീ ഇങ്ങനെ തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നല്ലോ കുഴപ്പടിയ. മാന്യ സഹോദരിമാർക്കറിയാം, തലയിലിടുന്ന മൂടുപടം നീങ്ങി അറിയത്തില്ലേ, അന്നേരം വലിച്ചിടുമല്ലോ. ഇത് മൂടുപടവും പോയി രോഗം കഴിയുമ്പോ തപ്പി എൻ്റെ ഷാള് എവിടെയാണ്? എന്നാ ഭർത്താവ് പറഞ്ഞു, ബാ ഇനി വേറെണ്ണം മേടിക്കാം. 1 മാസം 5 ഷാള് ആത്മാവിലായതാ. അയാൾ പറയാം, മേല് നീ ഇനി യോഗത്തിന് നീ മിണ്ടാതിരുന്നാ മതി. ഷാള് മേടിച്ചല്ലേ. ഇതിന് ഓർഡർ ഉണ്ടെന്ന്. ഇസ്രായേൽ മക്കൾ ഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികിലും ആ എന്ന് പറഞ്ഞാൽ സുബോധത്തോടെ വേണം യാത്ര ചെയ്യാൻ, പരിജ്ഞാനത്തോടെ വേണം യാത്ര ചെയ്യാൻ. പാളയത്തിൽ വരുമ്പോഴും പാളയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും പാളയത്തിൽ കയറുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സകല പ്രയാണത്തിലും പരിജ്ഞാനത്തോടെ സുബോധത്തോടെ വേണം. വേണ്ടേ? കസേരയിലിരിക്കുമ്പോൾ കസേരയൊന്ന് നോക്കണം, കസേര വൃത്തിയാണോ, അഴുക്കുണ്ടെങ്കിൽ ഒരു പേപ്പറോ തത്തുല്യമായ സാധനം എടുത്തൊന്ന് തുടച്ചേക്കണം. വരുമ്പം നോക്കണം, ബൈബിളുണ്ടോ, പാട്ടുപുസ്തകം ഉണ്ടോ, പേന ഉണ്ടോ, ബൈബിള് തന്നെ ആന്നോ, കനമുള്ള പുസ്തകം എടുത്തോണ്ട്. ഒരാൾ പുസ്തകം തുറന്നപ്പോ സിയോൻ ഗീതാവിന് ശ്രദ്ധിക്കണ്ടേ? വേറെ ആൾ പുസ്തകം ഞാൻ പറഞ്ഞ വാക്യം വായിച്ചേ, അവൻ അന്നാരാ തുറക്കുന്ന വാക്യം നോക്കിയപ്പം എന്നെ നോക്കുക. ഞാൻ ചോദിച്ചു, എന്നെ ബൈബിൾ അല്ലെന്ന്. എൻ്റെ കാരണം കിട്ടിയതെടുത്തോണ്ട് പിന്നെ ഞാൻ ചോദിച്ചു, എന്തോ പുറംപോയി നോക്കിയപ്പോൾ എന്നാ കോട്ടയത്ത് ഡയസിസ് നിന്ന് മേടിച്ചതാ ജ്ഞാനകീർത്തനും ക്രിസ്തീയ കീർത്തനും കൂടെ ഒന്നിച്ചുള്ളത്. അത് ഏതാണ്ട് ബൈബിൾ പോലിച്ചേ. സുബോധം വേണം, പരിജ്ഞാനം വേണം. നീ ഏത് പാളയത്തിലാ അതൊക്കെ അറിഞ്ഞിരിക്കണം. രൂപേന്യ പാളയത്തിലാണോ, യഹൂദ പാളയത്തിലാണോ, എബ്രഹീമി പാളയത്തിലാണോ, ദാൻ പാളയത്തിലാണോ അറിയണം.
കൊടിയേതാ, എമ്പളം ഏതാ, അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കണ്ടേ? ഏത് സഭയിലാ കൂടുന്നത്? ഏതാണെന്നറിയാൻ മേല 10:30 കൊട്ട് തുടങ്ങും. ആരാ കൊട്ടുന്നത്? അയ്യോ, ഈയിടെയാണെ നല്ല മുടി വളർത്തി ഒരു ചെറുക്കന, നല്ല അറിഞ്ഞവൻ. അവന്റെ കൊട്ടെന്ന് പറഞ്ഞ ചെറിയ കൊട്ടൊന്നും. ഞങ്ങളുടെ സൂസമ്മ തുള്ളി തുള്ളി ഊപ്പാട് വന്ന്, എന്നാലും അവൻ കൊട്ട്. നിങ്ങളുടെ പാസ്റ്ററുടെ പേരെന്നാ? പാസ്റ്ററുടെ പേര് വെളുത്തിട്ട് ഇച്ചിരി നെടുപ്പ് കൊണ്ട് കേട്ടോ, അതാണ് പാസ്റ്ററുടെ പേര്. ഈ സഭയെ വരുമ്പോ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എവിടാ നിങ്ങളുടെ സഭ? ഞങ്ങളുടെ സഭ എനിക്കൊന്നും അറിയാൻ മേല. എന്നെ ഞാൻ ഓട്ടോയിൽ കൊണ്ട് അങ്ങോട്ട് ഇറക്കും. ഞാൻ എവിടെ ഇരുന്നേച്ച് കഞ്ഞിയും കുടിച്ചേച്ച്, നീ എന്തിനിങ്ങനെ അരിച്ചാക്ക് വന്നിരിക്കും പോലെ ഇരിക്കുന്നു? ഇതൊക്കെ അറിയണ്ടേ? ഇവിടുത്തെ ശുശ്രൂഷകനാരാ? ഈ സഭ ഏതാ? എങ്ങനെ അതിന്റെ ക്രമീകരണം? ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ആരെങ്കിലും ചോദിച്ചാലും എൻ്റെ മമ്മി എനിക്ക് വല്ല ചാതി ഒന്നും ആരെയും കൊണ്ടുപോവുകയല്ല. അതൊക്കെ പോകേണ്ട വഴിയിൽ കൂടെ വല്ലച്ചാതി കൊണ്ടുവന്ന മാർഗമാണോ ഇത്? ഇതിനൊരു ഓർഡർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കും. ഇസ്രായേൽ മക്കൾ ഗണഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരികിലും കൂടാരം അടിക്കണം. ആരാധനയ്ക്ക് വരുമ്പോൾ അതിന്റെ ക്രമീകരണമുണ്ട്. 10 മണിക്ക് യോഗമാണെന്ന് പറഞ്ഞാൽ 10 മണിക്ക് എത്തണം. എത്താൻ ഒക്കുന്നില്ലെങ്കിൽ പാസ്റ്ററെ ചുമതലപ്പെട്ടതെ വിളിച്ചു വേണം, ഞാൻ 10:30 വരുവുള്ളൂ. അല്ല തോന്നുമ്പോ ഇങ്ങോട്ട് വന്ന് തോന്നുമ്പം 10:30 പമ്മി കുറുക്കം വൈകിട്ടിറങ്ങും പോലെ ഇടയ്ക്കിടയ്ക്ക് 3 ഒന്നുമല്ല സഭ. അതല്ല സഭ. ഓർഡർ ഉണ്ടെന്ന്. വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് ക്രമീകരണമുണ്ട്. വരുമ്പോ തോന്നുമ്പോ ഇറങ്ങിപ്പോവുക, തിരുമേശ കൊണ്ടുവരുമ്പം ട്രാഫിക് പോലീസിനെ പോലെ ഇരിക്കുക. അതൊന്നുമല്ല. കൃത്യം ദശാംശം ഇവിടെ കൊണ്ട് കൊടുക്കണം. പുതിയ നിമിത്തം ദശാംശം ലോഹരിയാണ്. ഒരു സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതെല്ലാം ചെയ്യണ്ടേ? സഭയുടെ ആത്മീക ഭൗതിക വിഷയങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. സഭയിലൊരു ഫംഗ്ഷൻ ഉണ്ടായി, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരുടെ സഹോദരിമാരെല്ലാം കൂടെ ചേർന്ന് വേണം. അല്ലാതെ നീ കൊച്ചമ്മ കളിച്ചൊരു കസാര അങ്ങിരിക്കുക, ഒരു കസാര നിറച്ച്. പാവം പിടിച്ച സഹോദരിമാർ വെള്ളം കൊണ്ട് തരുന്നു, അത് കൊണ്ട് തരുന്നു, എല്ലാം കൊണ്ട് ഉപ്പിച്ചിട്ട് കുറവല്ലയോ? നീയും കൂടി ഈ സഭയെ കൂടുന്നതല്ലേ? അതൊക്കെ ചെയ്യണം വേണ്ടേ? അല്ല ഞായറാഴ്ച വന്ന് ഇങ്ങനെ എത്തട്ടില്ലെന്നും പറഞ്ഞ് കാണിച്ചേച്ച് പോകുന്നതാണോ? ഇതിനെല്ലാം അതിന്റെ ഓർഡറുണ്ട്. അപ്പൊ പാളയത്തിൽ തന്നെ ഇതിന്റെ ക്രമീകരണമുണ്ട്. 4 പാളയമാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഗണഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയം തെറ്റരുത്, താന്താന്റെ കൊടിക്കരികെ തെറ്റരുത്. അതെ, ഇവരിങ്ങനെ വന്ന് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയം അടിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ നാട്ടു രാജാവാകുന്ന ബാരാക്ക് ഇത് കണ്ട് ഈ പാളയവും പാർപ്പിടവും പോക്കും വരവും എല്ലാം കണ്ട് ഇവൻ അകവാള് വെട്ടിപ്പോയി. ഇവൻ അകവാള് വെട്ടി. ദൈവമക്കളൊന്ന് ഓർഡറിലൊന്ന് പോയ അന്നേരം തന്നെ ചിലതിൻ്റെ അകവാള് വെട്ടും. ഞാൻ എപ്പോഴും സഭയിലും പറയും, എല്ലായിടത്തും പറയും, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അത് വീടാന്നേലും സഭയാന്നേലും ജോലി സ്ഥലത്താന്നേലും വേണ്ടേ? ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ശനിയാഴ്ച വസ്ത്രമെല്ലാം റെഡിയാക്കി വെക്കണം. ഓർഡർ ഉണ്ടായിരിക്കണം. പഴയ കാലമല്ല, ഇപ്പം എന്തെല്ലാം സാധ്യതകളുണ്ട്. കറണ്ടിൻ്റെ പൊട്ടി പണ്ടാന്ന് ചിരട്ട ഇട്ട് കത്തിച്ച് അതിനകത്തിട്ട് കരിയൊക്കെ പറ്റാതെ എന്ത് ബത്തപ്പാടാ അല്ലേ? ഇപ്പം അതില്ല. അങ്ങോട്ട് കുത്തുക, 2 സെക്കൻഡ് കഴിയുമ്പം ചൂട് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. പണ്ട് ഇതൊന്നും നടക്കില്ല. ഊതി കത്തിച്ച് അതിൻ്റെ പരുവത്തിന് വാഴയിലിട്ട് അതിന് പിടിച്ച് നോക്കിയിട്ടൊക്കെയാ. എന്തെല്ലാം സാധ്യത. അപ്പോൾ അതെല്ലാം ഓർഡർ ആയിരിക്കണം. ശനിയാഴ്ച ജിബായി മുണ്ട് വന്നേ, അതെ, പാൻറ് ഷർട്ട് വന്നേ, അതെ, അതിനോട് വേണ്ട സാധനങ്ങൾ
ബൈബിൾ ഏതായാലും നീ വായിക്കുകയല്ല, അതുകൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചേക്കണം. ഞായറാഴ്ച 9:45. എന്ത് അടി എൻ്റെ ബൈബിള്? ഞായറാഴ്ച 9:45 10 മണിക്ക് യോഗത്തിന് പോകണ്ടതാ. എന്നാ തള്ള, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടാ കൊണ്ട് വെച്ചേ? അപ്പോൾ ഓർത്തണം, ഒരാഴ്ചയായിട്ട് ഈ പൊന്നുമോൻ ഇത് കണ്ടിട്ട് പോലും. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എവിടാ കൊണ്ടുവച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ടീപ്പോഡ് അടിയില്ല. എന്നാ അവൻ എടുത്ത് കാണും. ഉടനെ അവൻ, ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല, എന്നെപ്പറ്റി ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. ഓർഡർ ഉണ്ടായിരിക്കണം. എല്ലാം അതിൻ്റെ ഓർഡറിൽ പോണം. അങ്ങനെ ഓർഡറിൽ പോയേ രക്ഷപ്പെടും. പെന്തിക്കോസ് വന്നിട്ട് ഇപ്പോഴും രക്ഷപ്പെടാതെ കിടക്കുന്ന നിനക്ക് യാതൊരു കുത്തടിഞ്ഞ പുസ്തകമാ, ചരട് പോലുമില്ല. ചരടുണ്ടായിരുന്ന നമുക്കിരുന്ന് ഇച്ചിരി കുത്തിക്കെട്ടി ചരട് 50 പൈസയ്ക്ക് വിറ്റേച്ച് കപ്പലണ്ടി മുട്ടായി മേടിച്ചു. ഓർഡർ ഉണ്ടായിരിക്കണം. ആത്മീകത്തിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. ലോകത്തിലുള്ള എല്ലാവരെക്കാളും നീറ്റായിട്ട് ഓർഡറായിട്ടും പോകുന്നത് നമ്മളാണ്. നമ്മളെ കണ്ടു വേണം അവർ പഠിക്കാൻ. വേണ്ടേ? ആട്ടെ, അതൊക്കെ എനിക്ക് ഒത്തിരി പറയുന്ന ഇഷ്ടമാണ്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇനിയൊന്ന് വരാം. ഇപ്പൊ തിരക്കായി പോയി. അപ്പോൾ ഇവർ വന്നിങ്ങനെ പാളയം അടിച്ചപ്പോൾ ബാരാക്ക് പേടിച്ചവൻ പറയുന്ന പദം 22:1 മുതൽ വായിര്. സംഖ്യ 22:1 മുതൽ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാനി മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. എങ്ങനുണ്ട്? നാട്ടുരാജാവ് പേടിക്കാനുള്ളതിന്റെ ഒരു കാരണം, ഇവർ അമോര്യരോട് ചെയ്തതല്ല ഇവൻ അറിഞ്ഞു. രണ്ട്, ഇവൻ പേടിച്ചേച്ച് പറയാ, അയ്യോ കാള വയലിലെ പുല്ല് നക്കി കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മളെ. അപ്പോൾ അവര് കൂടിയാലോചിച്ച് എങ്ങനെയാ നമുക്ക് രക്ഷപ്പെടുന്നേ? പറഞ്ഞു, നേരിട്ട് എന്നാലൊന്നും രക്ഷപ്പെടുകയല്ല, ഒതുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ചോദിച്ചു, പോംവഴി എന്നാ? പോംവഴി, ഒറ്റ പോംവഴി ഒരുത്തം ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഒറ്റ പോംവഴിയുള്ളൂ. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, നമ്മുടെ ബിലയാം. അയാളെ നമുക്ക് വിളിക്കണം. അതിന് ഇവരെ പ്രവചനം കേൾപ്പിക്കാൻ. അങ്ങനല്ല, പുള്ളി പ്രത്യേക പ്രവാചകനാണ്. അയാൾ അറം പറ്റുന്ന വരാകുമെന്ന് പറഞ്ഞു. അയാൾ രാഗിയ 20. അയാൾ വായിന്ന് നല്ലതൊന്നും മുഴുവൻ അലപ്പം പിരാക്കുക. അത് 20. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവനെ എല്ലാം പിരാഗി കൊല്ലണം. ഉടനെ ബിലിയാമിനെ ആളെ വിട്ടു. മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലിയാമിനെ കൂലിക്ക് വരുത്തിയെന്ന്. അതെ, ബിലിയാമിനോട് ചെന്ന് പറഞ്ഞു, 2 ഭൃത്യന്മാർ ചെന്ന് പറഞ്ഞു, രാജാവ് വിളിക്കുന്നു, പ്രവചിക്കാൻ ഒരു കൂട്ടം വന്ന് പരന്ന് കിടക്കുന്നു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഡേറ്റ് കിട്ടിയ ഉടനെ പോകത്തില്ല, പ്രാർത്ഥിച്ചു നോക്കിയേച്ചേ. ആട്ടെ, ഇവർ തിരിച്ചു വന്ന് ബാരാക്കിനോട് പറഞ്ഞു, പുള്ളി പ്രാർത്ഥിച്ചു നോക്കിയേച്ചേ വരുവുള്ളൂ. അപ്പം ബാരാക്കിന് പിടികിട്ടി. അവന് ഇവരിൽ മാന്യന്മാര്, കുറച്ചുകൂടെ എന്താ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രൗഢിയുള്ള ആൾക്കാരെ സമ്മാനവും കൂടെ കൊടുത്തു വിട്ടു. അവർ ചെന്നപ്പം വിലയാൻ നോക്കിയപ്പം നേരത്തെ വന്നതിനേക്കാളും കുറച്ചുകൂടെ പിടിപ്പുള്ളവന്മാരാണ് വരുന്നത്. കയ്യിൽ സമ്മാനമൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ഇത് തിരക്കേടില്ല. അപ്പം വന്ന് രാജാവ് നിന്നെ വിളിക്കുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കട്ടെ. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. ഒരു പ്രവാചകനെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ച് പുള്ളി ദൂത് പറഞ്ഞ് പുള്ളിക്ക് വണ്ടിക്കൂലിയും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് വാഴൂര് കൊണ്ട് ബസ്സേ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വേറൊരു ഒന്നുകൂടെ പ്രാർത്ഥിക്കാമെന്ന്. ആദ്യം വന്ന പുള്ളി പറഞ്ഞു, ഇവിടെ വീട് വെക്കുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല. രണ്ടാമത്തെ പുള്ളി പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ കുഴഞ്ഞു.
കുഴഞ്ഞു. ഒന്നാ പറഞ്ഞു നമുക്ക് എന്നാ പൂതക്കൊടി തങ്കമ്മ എടുത്തേ. ഇവിടെ അടുത്തില്ലേ പൂതക്കൊടി തങ്കമ്മ? അറിയത്തില്ലേ? പീറ്റർ ബാസുടെ ഭാര്യ പൂതക്കൊടി തങ്കമ്മ മരിച്ചു പോയില്ലേ? അയ്യോടി, ആ കുമ്പന്താനം കയറ്റം കയറുമ്പോൾ മലത്ത് വെച്ചത്ത്, വളവിൻ്റെ അവിടെ. പിന്നെ അറിയാൻ മേലാത്ത രീതി ഇരുന്നത് ആദ്യം. ഓ, തങ്കമാമയെ കൊണ്ടൊന്ന് തങ്കമാമ മരിച്ചു, എന്നാൽ നമുക്ക് മാട്ടയിലെ അമ്മണി കൊച്ചമ്മ അതും പോയി. പിന്നെ എങ്ങനെ ഇതൊന്നും അറിയുന്നേ? പുള്ളി പറഞ്ഞു വന്ന് ഇവിടെ വെക്കണമെന്ന്. ഈ പുള്ളി വന്ന് പറഞ്ഞ് ഒരു കാരണവശാലും വെക്കരുത്. ആകെ നമുക്ക് 5 സെന്റ് സ്ഥലമുണ്ട്. എന്നാ ചെയ്യും? സ്തോത്രം. കുഴക്കിയല്ലേ ഇട്ട്. ഒന്ന് വേറെ വന്ന് പുള്ളി പറഞ്ഞു പണിയാൻ സമയമായിട്ടില്ല. അതും കുഴഞ്ഞു. ലോൺ അനുവദിക്കുകയും ചെയ്ത് ഒരാൾ കാശ് തരാമെന്ന് പറഞ്ഞു. ഇവനെല്ലാം വട്ട. ഒന്ന് വേറെ വന്ന് പറഞ്ഞു പണി തീരുന്നതിന് മുന്നേ മിക്കവാറും പാസ്റ്റർ കിടപ്പിലാകാൻ. ഒന്ന് അമ്മ പറഞ്ഞു പണിയേ വേണ്ട, നിങ്ങൾ കിടപ്പിലായ പിന്നെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സഭയിലും 2 പക്ഷം. കുണം പിടിക്കാത്ത പറഞ്ഞു, മറ്റേ പാസ്റ്റർ പറഞ്ഞല്ലോ പണിയുണ്ടെന്ന്, അവൻ അത് പിടിച്ചു. ഒരു പറഞ്ഞു പണിയണ വന്നാന്നല്ലോ. എന്തെല്ലാം വൈതരണികൾ ഒപ്പിച്ചു വെക്കുക. അല്ല, ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ പ്രാർത്ഥിക്കാതിരുന്നപ്പം ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പൊക്കോ. തമ്പുരാനുമായ. അപ്പൊ ഈ ബിലിയാം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതും ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നുമൊക്കെ തന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് ഏറെയോ കുറയോ, ഞാൻ എല്ലാവരെയും പോനല്ല. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച്. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. 22-ാം അധ്യായത്തിലുണ്ട്. ഈ ഭാഗത്ത് ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ചു. 18 അതാ പറഞ്ഞു. ഈ ഭാഗത്താണ് ബിലെയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ഈ ഡയലോഗ് കേട്ടാൽ നമ്മൾ ഓർക്കും ഇയാൾക്ക് വെള്ളിയോടും പൊന്നിനോടും ഒരു താല്പര്യമേ. മൈക്ക് കയ്യിൽ കിട്ടുമ്പോ പുൾപിറ്റേ കയറുമ്പം കസർത്ത് എല്ലാവർക്കും പറയാം. ജീവിതത്തിൽ വരുമ്പോ തെളിയിക്കണം. വേണ്ടേ? കേസ് കൊടുക്കരുതെന്നാ നിന്റെ പ്രസംഗം. നിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പം എവിടെ പോന്നു? ഞാൻ കോടതി വരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. കുഴഞ്ഞേ. ആർഭാടം തെറ്റാന്ന് പ്രസംഗിക്കുന്ന വ്യക്തി പിള്ളേരുടെ കല്യാണം വന്നപ്പോ സമുദായക്കാർ പോലും കാണിക്കാത്തത്. ജീവിതത്തിൽ വരുമ്പോൾ തെളിയിക്കണം. പുള്ളി ഡയലോഗ് പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും ഒന്നും തന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട്. ഈ അറിവില്ലാത്തവരാണ് ഇത് കേൾക്കുമ്പോൾ ഓർക്കും, ഇതുപോലൊരു പ്രവാചകൻ വേൾഡിലില്ല. പക്ഷേ എൻ്റെ വാദം, ഇവൻ പുറമെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞെങ്കിലും തമ്പുരാൻ ഇവനെ നന്നായിട്ടൊന്ന് പരിശോധിച്ചു. ഈ ചില രോഗങ്ങള് പുറമെ അറിയത്തില്ല. പുറമെയുള്ള പരിശോധനയിലും ഇപ്പം ആതുര രംഗമൊക്കെ ഒത്തിരി ഡെവലപ്പായല്ലോ. അതിനാണ് ഡോക്ടർമാർ പറയും ഒന്ന് സ്കാൻ ചെയ്തേച്ച് വരാൻ. അതും ഇപ്പം ബിസിനസ് ആയതുകൊണ്ട് പറയാം, 10 രൂപ കടം മേടിച്ചാണെങ്കിലും ഡോക്ടർ പറയും സ്കാൻ ചെയ്ത്. അപ്പം ചില
അത്ര ഇതിനെ പറ്റി ഗ്രാഹ്യമില്ലാത്ത പേഷ്യൻറ്റും കൂടെ ഉള്ളവരും പറയും, ഡോക്ടർ എവിടെ സ്കാൻ ചെയ്യണ്ട? ഡോക്ടർ പറയും, ഇതിലെ അങ്ങോട്ടിറങ്ങിയിട്ട് വലത്ത് വശത്തെ മൂന്നാമത്തെ ലീ സ്കാനിങ് സെൻറ്റർ. കാരണം ലീ എന്ന് വെച്ചേക്കുന്ന പുള്ളി വൈകുന്നേരം ആകുമ്പം ഡോക്ടർക്ക് വേറെ കുറച്ച് കാശ് കൊണ്ട് ഇവർ തമ്മിലൊരു ആശുപത്രിയിലൊക്കെ പോകുന്നവരെ ഡോക്ടർമാർ പറഞ്ഞത് ഉൾക്കൊണ്ടോ, പക്ഷേ വേറെ 2-3 പേരെയും കൂടെ ഒന്ന് കാണിച്ച് പറ തീരുമാനിക്കുന്നത് നല്ലതാ. അല്ല ഒരാൾ പറയാന്ന് കേട്ടോണ്ട് അന്നാ കയറിക്കോ, കിടന്നോ, സ്കാൻ ചെയ്ത് എവിടെ വേണേലും സ്കാൻ ചെയ്തോ, നീ കുഴയും. നടന്നങ്ങോട്ട് ചെന്നെ പറഞ്ഞ് 7 ബ്ലോക്ക് ഉണ്ട് കയറിക്കോളാൻ. ഏഴ് ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാനും ഒക്കുന്നില്ല ബ്ലോക്ക് എവിടെയാന്ന്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒരു കൊച്ചമ്മ, പിന്നെ ആശുപത്രിയുടെ പേര് ഞാൻ പറഞ്ഞില്ല, മോശമല്ലയോ. ആശുപത്രി ചെന്ന് കണ്ട് അവർ വീട്ടിൽ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറി തിരുവല്ലായിൽ ഇറങ്ങി പിന്നെ ഓട്ടോ പിടിച്ച് ആ സ്ഥലത്ത് ചെന്ന് അവർ പറഞ്ഞു, ബ്ലോക്കാ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു നേഴ്സുണ്ട്, അവൾ ഡോക്ടറുടെ പുറകെ നിന്ന് കണ്ണടച്ച് കാണിച്ചു. ചുമ്മാ എന്ന തള്ളയാ. 1.5 ലക്ഷം രൂപ കെട്ടിവെക്കുകയും ചെയ്യണം. അവർ ബുദ്ധിയുള്ള സ്ഥിതിയാണ് പറഞ്ഞ്, ഞാൻ ഹസ്ബൻഡിനെയും കൂടെ ചോദിച്ച് കൂട്ടിയവൻ. അവർ പെട്ടെന്ന് ചടേന്ന് വെളിയിലിറങ്ങി നേരെ മെഡിക്കൽ കോളേജിൽ പോയി, കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ ഗുളിക 1 മാസം കഴിച്ചാൽ മതിയെന്ന്. അവരിപ്പോൾ 5-8 കൊല്ലമായിട്ട് പക്കി പറക്കും പോലെ പറക്കുന്നു. മറ്റവർ പറഞ്ഞ് അങ്ങോട്ട് കയറിക്കോളാം, തുറന്ന്. ബിസിനസ്സായി ഇത് കൂടുതലും. അതെ, ആർക്കും ഒരു ദോഷം വരാതിരിക്കട്ടെ. കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ളതിന് പോകാതിരിക്കുകയാണെങ്കിൽ ദൈവമക്കളോട് പറയാം, നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയുണ്ട്. അപ്പൊ ചില രോഗങ്ങളെ പുറമേ നോക്കി കണ്ടില്ലെങ്കിൽ ആ സ്കാൻ ചെയ്യുന്നത്. അപ്പൊ ഈ ബിലിയാമിനെ തമ്പുരാനൊന്ന് സ്കാൻ ചെയ്തു. പുറമേ ഡയലോഗ് പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാൽ എൻ്റെ ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണം വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ വേറത്തില്ല. അപ്പൊ ഇത് പുറമേ ഡയലോഗാ. തമ്പുരാൻ നേരെ ഹാർട്ട് സ്കാൻ ചെയ്തു. ഹാർട്ട് സ്കാൻ ചെയ്തപ്പം 2 റിപ്പോർട്ടും സെയിം. നിങ്ങൾ ഒന്ന് വായിച്ച 2 റിപ്പോർട്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പെട്ടെന്ന് വായിക്കണം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വായിച്ചു. അതല്ലല്ലോ. അവർ നേർവിഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ അനീതിയുടെ കൂലി കൊതിച്ച്. അപ്പൊ അവിടെ വായിക്കുന്ന അനീതിയുടെ കൂലി കൊതിച്ചു. അനീതിയുടെ കൂലി കൊതിച്ചു. ഇനി നിങ്ങൾ യൂദ 11 വായിച്ചേ. 2 സ്കാനിങ് റിപ്പോർട്ട് സെയിമാ. യൂദ 11 വായിച്ചു. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ. കൂലി കൊതിച്ച് ബിലിയാമിന്റെ
വഞ്ചന. അപ്പൊ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിൽ കൂലി കൊതിച്ച വിലയാണ്. ഒന്നാമത്തെ സ്കാനിങ് റിപ്പോർട്ട് കൂലി. രണ്ടാമത് ഒന്നുകൂടെ സ്കാൻ ചെയ്തു യൂദ അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. 2 സ്കാനിങ് റിപ്പോർട്ടും സെയിം. സംഖ്യാപുസ്തകം പഠിച്ചാൽ ഇത് കിട്ടത്തില്ല. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഞാൻ സഹിതം 1-ാം പ്രതി ഞാൻ, അങ്ങനെ പറയാം. പൗലോസ് പറഞ്ഞില്ല, ആ പാപികളിൽ മൈക്ക് കൈ കിട്ടുമ്പം, നല്ല സ്റ്റേജ് കിട്ടുമ്പം നല്ല കീർവാണം അടിക്കും. അത് ജീവിതത്തിൽ വരുമ്പോഴോ? ഇന്നത്തെ നമ്മുടെ ഈ സബ്ജക്റ്റ് അഗാപ്പെ. എന്താണ് അഗാപ്പെ? ജീസസ്. അഗാപ്പെ പറയുന്നവനൊന്ന് സ്വോത്രം കൊടുക്കാൻ ചെന്നേ, 2 പേരില് ഇവനാകെ പേയ. കൂട്ടുവിശ്വാസിയോട് മിണ്ടാൻ താല്പര്യമില്ലല്ലോ. ചില വീട്ടിൽ യോഗം വെച്ചാൽ പോകത്തില്ലല്ലോ, ഭക്ഷണം കഴിക്കത്തില്ലല്ലോ. എനിക്കറിയാം, നന്നായിട്ട് ഡീപ്പായിട്ട് വചനം പറയുന്ന ആൾക്കാരെ അറിയാം. പക്ഷെ ഇടപാടും ഒക്കെ വ്യത്യസ്തമാണ്. ആള് നോക്കിയാ പുള്ളി ഞാൻ 1-ാം പ്രതി ഞാനായിട്ട് തന്നെ നിൽക്കട്ടെ. മൈക്ക് കിട്ടുമ്പം പുൾപ്പിറ്റേ കയറുമ്പോ ഒക്കെ നല്ല കീറുവാണ് പറയാം. പക്ഷെ ജീവിതത്തിൽ വരുമ്പോൾ തെളിയിക്കണം. സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൽപ്പന വിട്ട്. തമ്പുരാൻ ഈ പുറമേ ഉള്ളതല്ല നോക്കുന്നത്. തമ്പുരാൻ ഹാർട്ട് ഒന്ന് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹമാണ്. കൂലി കൊതിച്ചെന്ന്. കൂലി അകത്ത് മുഴുവൻ കൂലി കൊതിച്ചിട്ട് പുറമേ പറയുന്നത് എന്നാ? അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞ, നീ പൊക്കോ. കേൾക്കുന്നവർക്ക് ഇത് പിടി കിട്ടുകയല്ല. തമ്പുരാൻ ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നവനാ. തമ്പുരാന് മനസ്സിലായി ഇവന്റെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധിയാ. പിന്നെ ഇവനെ ഇതിനകത്ത് വെച്ചോണ്ട് വിറ്ററി കാൽവറി രക്തം വിടുതൽ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ശ്രദ്ധിക്കുകയില്ല. ഇവൻ ആരെയും കമത്തി അടിച്ച് 10 പുത്തൻ ഉണ്ടാക്കണം. അത് കോതുകാല് വെച്ചാന്നേലും മറ്റവൻ കാശുള്ളവൻ നടന്നു പോയപ്പോൾ കോതുകാല് വെച്ചു. അവൻ പൊത്തോന്ന് വീണുണ്ട്. എന്നാൽ അവനെ പിടിച്ചെഴുന്നേപ്പിക്കല്ല, അടിച്ചു മാറ്റി. അങ്ങനെയുള്ളവനെ വെച്ചോണ്ടാണ് നമ്മൾ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക്. അവൻ പറഞ്ഞു, മിക്കാറിയാടെ മുട്ടി ഞാൻ തല്ലി ഓടിക്കാൻ തന്നെ ഇവിടെ. അകത്ത് മുഴുവൻ കൂലി കൊതിച്ചിരിക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞ പൊക്കോ. കാശ് കിട്ടുന്ന പരിപാടിയില്ലേ, പൊക്കോ. എങ്ങനെ ആരെ കൊന്നാച്ചാന്നില്ല നിനക്ക് കാശ്? ആരെ തേജോവധം ചെയ്താലും നിന്റെ കാര്യം അതുപോലെ ചാനൽ കയറി വന്നാ പോരെ. അപ്പനെ പറ്റി ആണെങ്കിലും അമ്മയെ പറ്റി ആണെങ്കിലും തേജോവധം ചെയ്താലും നമ്പ്യാർ പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാചര്യ എനിക്കും കിട്ടണം പണം. സ്തോത്രം. തമ്പുരാൻ അതുകൊണ്ടാണ് പറഞ്ഞ പൊക്കോന്ന് തമ്പുരാൻ പറഞ്ഞതിനകത്ത് വേറെയാണ്. പോക്കോ, ബാക്കി വരുന്നതും സഹിച്ചോ, അത് പറഞ്ഞില്ലെന്നേ ഉള്ളു. പൊക്കോ, അടുത്ത ദൈവം പറഞ്ഞില്ല, മൗനം ദീക്ഷിച്ചു. പിന്നാലെ വരുന്നതും. സമയമായോ മോനെ? നീ പിന്നെ ക്ലോക്കെ നോക്ക്, ഞാനിപ്പം ഇരിക്കാം. ചുമ്മാ നോക്കിയെങ്കിൽ കുഴപ്പമില്ല. അപ്പം അവൻ പറയാം, ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് അമ്മയോട് ഞാൻ എത്ര വട്ടം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. സ്തോത്രം എടുക്കറ. പിന്നെ നമ്മൾ എന്നാ നീ അവിടെ ഇരിക്കേ.
അപ്പൊ ശ്രദ്ധിക്കുക. അമ്മച്ചിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ആ, ഞാൻ തിരക്കെന്ന് പറഞ്ഞേക്കണം. മരണ വീട്ടിലോട്ട് പോയോ? ഇന്നലെ പോയി. ആ, അപ്പൊ ശ്രദ്ധിക്കുക. കൂലി കൊതിച്ച് അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹമാണ്. തമ്പുരാന് മനസ്സിലായി ഇവനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാലും ശരിയാകുകയല്ല, പൊക്കോളം പറഞ്ഞു. ആ യാത്ര ദൂതൻ വന്ന്, നിങ്ങൾക്കറിയാം ഭാഗം, തടസ്സം, അതൊന്നും ഭാഗം വെച്ചില്ല. പുള്ളി അവിടെ ചെന്ന് പാരാക്കുമായിട്ട് സംഭാഷിച്ച് ഇനി പെട്ടെന്ന് അങ്ങ് ഓടിച്ച് നിർത്താം. ഒരു ജനം വന്ന് പാളയം അടിച്ച് കിടക്കുന്ന പ്രാഗി കൊല്ലാൻ. പുള്ളി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, സാധാരണ എൻ്റെ പ്രാക്കിൽ എല്ലാവരും തീരാറുണ്ട്, ഇത് ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു പ്രാക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ടവനല്ല, തട്ടിപ്പോയി. അതിന് തലേ മാസം നല്ല പ്രാക്കായിരുന്നു, അത് ഏറ്റു. ഇത് ഞാൻ വിവരിക്കുന്നില്ല. പ്രാകാൻ ആ പുള്ളി പർവ്വതത്തിന്റെ മുകളിൽ കയറിയെങ്കിലും ദൈവം റൂട്ട് തിരിച്ചു വിട്ടു. നിന്നെ വക വരുത്താനാ തന്ത്രം ഒപ്പിക്കുന്നതെങ്കിലും ദൈവം അത് തിരിച്ചു വിടും. ദൈവം തിരിച്ചു വിടും. ബാരാക്കും ശേഷമുള്ളവരും പിന്നെ ബിലയാമും ഒക്കെ ചിന്തിച്ചത് ഇക്കൈക്ക് ഈ ജനത്തെ മുഴുവൻ അടിച്ച് തൂത്ത് തകർക്കണം. പക്ഷെ ദൈവം അത് തിരിച്ചു വിട്ടു. ചില റൂട്ടൊക്കെ ദൈവം തിരിച്ചടിക്കും. ഞാൻ ചുമ്മാ പറയുന്നില്ല, എൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ടും പറയുന്നതാണ്. ഷെഡിൽ കയറി ഇനിയും വെളി കൊച്ചിനിതൊന്നും അറിയത്തില്ല. ഒരുത്തൻ പറഞ്ഞെന്ന് പോലെ ഇനി പൊങ്ങി വരികയല്ല. അത് ഞാൻ താന്നില്ലല്ലോ. കളത്തിൽ ഇറങ്ങി, ഞാൻ കളം വിട്ട് പോയില്ലായിരുന്നല്ലോ. സ്തോത്രം. ഒതുങ്ങി ഇല്ലല്ലോ. ഇച്ചിരൂടെ വെയിറ്റും വെച്ചു, കുറച്ചുകൂടെ ആത്മീക സന്തോഷം ഉണ്ടായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നീ ഉച്ചരിച്ചോണം, ഞാൻ കഷ്ടത്തിലായത് എനിക്ക്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഭക്തർക്ക് പാർത്തെല്ലാം നല്ല യോഗ്യം, ഭക്തർക്ക് പാർത്തെല്ലാം നല്ല യോഗ്യം. അടയേണം പിൻപുര സൗഭാഗ്യം, അടയേണം ഞാൻ പിൻപുര സൗഭാഗ്യം. ബെക്കു കരുണയിൻ സിന്ധോ ദീനരിൻ ബന്ധോ, വരവിനു താമസ ഇനിയെന്തോ. ബെക്കു കരുണയിൻ സിന്ധോ ദീനരിൻ ബന്ധോ, വരവിനു താമസ ഇനിയെന്തോ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ജോർജ ഒരു 4-5 മിനിറ്റ് കൊണ്ട് പ്രസംഗം ഇന്നങ്ങ് നിർത്തും. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഓർഡറുണ്ടല്ലോ. അപ്പം ദൈവം അനുവദിക്കുകയാണ് നമുക്ക് പിന്നീടൊരിക്കൽ കൂടാം. നിങ്ങൾ സഹകരിച്ചതിനെല്ലാം നന്ദി. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രാഗി കൊല്ലാനാ കാശ് കൊടുത്തു കൊണ്ടുവന്നത്, പക്ഷെ ദൈവം റൂട്ട് തിരിച്ചു വിടിയിപ്പിച്ചു. കാശുമൊക്കെ കൊടുത്താ കൊണ്ടുവന്നത്. ഒരുത്തൻ പറഞ്ഞ് എഴുതി കൊന്നേക്കാൻ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് എഴുതി അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു ചാനൽ വഴി അങ്ങ് കൊല്ല. ഒരുത്തൻ പറഞ്ഞു മാസികകൾക്കകത്ത് മുഴുവൻ കൊടുത്തങ്ങ്. കുറേ പേര് പറഞ്ഞു ഫോൺ ഉണ്ടല്ലോ എന്നെ പറഞ്ഞ അങ്ങോട്ട് കൊണ്ട് ഗ്രൂപ്പ് എന്നെ വാട്സപ്പ് ഗ്രൂപ്പ്, അതാ വാട്സപ്പ് ഗ്രൂപ്പിനകത്തൂടെ എടാ യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും? യഹോവ ശപിക്കാത്തവനെ ആര് ശപിക്കും? ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി കിട്ടാൻ
നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒറ്റ ആയുധവും ഫലിക്കത്തില്ല. ഒരു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാൽ, ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. പുറപ്പാട് പുസ്തകം 9 ഒക്കെ പഠിക്കുമ്പോൾ 13:9 ഒക്കെ കൊടുക്കുന്ന പ്രത്യേക സമ്പത്താണ് ദൈവത്തിന്. കുഞ്ഞാട് നേരത്ത് ചോരത്തിൽ ആചരിച്ച ജനമാണ്. ചെങ്കടൽ കിടന്ന് സ്നാനപ്പെട്ടവരാ, അടിക്കപ്പെട്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവരാ, മേളിൽ നിന്ന് പൊഴിഞ്ഞ മന്ന തിന്നവരാ. അവനെ പ്രാഗി കൊല്ലാൻ നീ വിചാരിച്ചാൽ ദൈവം റൂട്ട് മാറ്റി അടിച്ച് മാറ്റി. ദൈവം റൂട്ട് പ്രാഗം വന്ന പുള്ളി തേണ്ടടാ നേരെ തിരിഞ്ഞു. പുള്ളി നോക്കിയോ, യഹോവ പ്രാകാത്തവന്. അപ്പം കാശ് കൊടുത്ത പുള്ളി, നിങ്ങൾക്ക് കാശ് തന്നു, നിങ്ങളെ വിൻഡോ കാസ്റ്റ് കയറ്റി ഫുഡും തന്നു, താജ് ഹോട്ടലിൽ വെച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ച് കാശ് തന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനാണ്. ഈ പുള്ളി പറഞ്ഞു, ഞാൻ മറ്റേത് പറയാനാ വന്നേ, പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ. നിങ്ങൾക്ക് അന്ന് ഞാൻ കാശ് തന്ന പറഞ്ഞത് മറ്റേത് പറയണമെന്നില്ലേ പറഞ്ഞേ, തെളിവുണ്ടെന്ന് പറയണമെന്നില്ലേ? നിങ്ങളിപ്പോൾ ഇവിടെ വന്നേച്ച് പറഞ്ഞു ദൈവം വിധിക്കട്ടെ, അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ആ പുള്ളി പറഞ്ഞു, ഞാൻ മറ്റേത് പറയാൻ തന്നെ മേളിൽ കയറി നിന്നത്, പക്ഷെ എനിക്കറിയത്തില്ല ബ്രദർ, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എടാ, ദൈവം തിരിച്ചു വിട്ടെന്ന്. യഹോവ എന്റെ ണ്ട് ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ ജീവന്റെ ബലം. ഒരായുധവും ഫലിക്കത്തില്ല, ഒരു തന്ത്രവും ഫലിക്കത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ തലമുറയെ മാനിക്കും, ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നീ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നീ അസ്തമിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സൂക്ഷം, ദൈവം ഈ ദേശത്ത് നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. നിനക്ക് ദോഷം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്നായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. എന്ന പുള്ളി നേരെ തിരിഞ്ഞു, യഹോവരാകാത്തവനെ, യഹോവ ശപിക്കാത്തവനെ. അപ്പൊ കാശ് കൊടുത്ത പുള്ളി, ഈ പിന്നണി ഒത്തിരി ഉണ്ട്, പിന്നണിയെല്ലാം പറഞ്ഞു, നിങ്ങൾ ശരിക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ പുള്ളിയോട് മറ്റേതാ പറയേണ്ടെന്ന്? ഒന്ന് കാശ് കൊടുത്ത, ഞാൻ രാത്രിയിലും പറഞ്ഞതാണ്, നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ മറ്റേതേ പറയാവുള്ളെന്ന്. പിന്നെ ഇപ്പം ഇങ്ങനെ വന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അപ്പം ഇവർ തമ്മിൽ അടിയായി. ഇപ്പം ഇവര് തമ്മിൽ അടിയോട് പറഞ്ഞു, എനിക്ക് നിന്നെ അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, നീ പുള്ളിയുടെ കൂടെ എന്നെ പറഞ്ഞു. ഞാൻ ഇന്ന് വരെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെ ഇന്ന് വരെ ഫോൺ ഒരിക്കൽ ഞാൻ വിളിച്ച് പുള്ളി എടുത്തുമില്ല. എന്നെ മറ്റവൻ പറഞ്ഞു, അതൊന്നും ഞാൻ വിശ്വസിക്കില്ല, മേലിൽ ഈ കോളുമായിട്ട് തെറ്റിട്ട് ഇപ്പൊ ഇവര് തമ്മിൽ അന്യോന്യം ഇവരുടെ ചരിത്രം. എനിക്ക് നിന്നെ അറിയാം, നീ പണ്ട് മെസപ്പൊട്ടോമിയ വെച്ച് കാണിച്ചത്. ഒന്നേ മറ്റവൻ പറഞ്ഞു, നീ മെസപ്പൊട്ടോമിയയിലെ കാര്യം പറഞ്ഞാൽ ഞാൻ പണ്ട് ബെതേലിലെ വിഷയം എടുത്തിടും. സ്തോത്രം. ഇതിന് നടുവിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മുട്ടയിലിരിക്കണം, ദൈവസന്നിധിയിലിരിക്കണം, വ്യവഹാരം ദൈവത്തിന് കൊടുക്കണം. നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഉന്നതനുമിത് ഉന്നതനും അവനുമിത് അത്യുന്നതനുണ്ട്. നീ ജാഗരിക്കണം, മുടങ്ങാലിരിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ഉപവസിക്കണം, മുട്ടാലിരിക്കണം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പാട്.
നമുക്ക് ദൈവം അനുവദിച്ച, ഞാൻ ഈ പ്രസംഗത്തിൻ്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ, സബ്ജക്റ്റിലോട്ട് വന്നില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും ഇന്ന് നമുക്കിങ്ങനെ അങ്ങ് നിർത്താം. എനിക്കിന്നും ഒക്കെ അവിടെ നാളെയല്ല അവിടെ കൺവെൻഷനാണ്. കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾക്കും താല്പര്യമാണെന്നേ നമുക്ക് പിന്നീടൊന്ന് കൂടാം. എല്ലാവരും പ്രാർത്ഥിക്കും, എല്ലാവരും